ഡൽഹിയിൽ നടന്നൊരു മോഷണം വലിയ ചർച്ചയായിരിക്കുകയാണ്. മോഷണത്തിലെ വൈദഗ്ധ്യം കൊണ്ടോ നഷ്ടപ്പെട്ട തുകയുടെയോ സ്വർണത്തിന്റെയോ മൂല്യം കൊണ്ടോ അല്ല ഇത് ചർച്ചയാകുന്നത്. സസ്പെൻസ് കളയുന്നില്ല, റിപ്പോർട്ടിലേക്ക്. മോഷണത്തിന് പ്രേരണയാക്കുന്നത് പലതരം കാരണങ്ങളാണ്. പണം സമ്പാദിക്കാൻ മോഷ്ടിക്കുന്നവരുണ്ട്, ആർഭാട ജീവിതത്തിൽ മോഷണം നടത്തുന്നവരുണ്ട്, പ്രതികാരത്തിനായി പോലും മോഷ്ടിക്കുന്നവരുണ്ട്. മോഷണം പുതിയ കാര്യവുമല്ല. എന്നാൽ ഡൽഹിയിലെ ഒരു മോഷണം ശ്രദ്ധ നേടുന്നത് അതിന്റെ മോട്ടീവിലെ വ്യത്യസ്തത കൊണ്ടാണ്. ജനുവരി 31-നാണ് ഡൽഹി ഉത്തംനഗർ സ്വദേശി കമലേഷിന്റെ വീട്ടിൽ മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയത്. പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തി. ഒടുക്കം പോലീസ് കള്ളനെയും കണ്ടെത്തി. കള്ളൻ കപ്പലിൽ തന്നെയെന്ന പഴഞ്ചൊല്ലിനെ യാഥാർത്ഥ്യമാക്കും പോലെ ആ മോഷണം നടത്തിയത് കമലേഷിന്റെ മൂത്ത മകൾ ശ്വേതയായിരുന്നു. ഇതിലും വലിയ പുതുമയൊന്നുമില്ല. സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്ന വിരുദ്ധന്മാർ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തത അത് മോഷണത്തിന്റെ പ്രേരണയിലാണ്. എന്തിനാണ് ശ്വേത മോഷണം നടത്തിയത്? ആ ഉത്തരം കേട്ടവരെയൊക്കെ ഞെട്ടിച്ചു. 2 മക്കളാണ് കമലേഷിന്. മാതാപിതാക്കൾ തന്റെ സഹോദരിയോട് അമിത സ്നേഹമാണ്. പലപ്പോഴും തനിക്ക് അവരുടെ പരിഗണന കിട്ടുന്നില്ല. അങ്ങനെ സ്നേഹം കിട്ടാത്തതിന്റെ പരിതാപം പകയായി. മാതാപിതാക്കളോട് പക മോഷണത്തിന് ഇന്ധനമായി. മോഷ്ടിച്ച സ്വർണത്തിനും ഒരു കഥ. ഇളയ സഹോദരിയുടെ കല്യാണത്തിനായി മാറ്റിവെച്ച സ്വർണമാണ് മോഷ്ടിച്ചത്. പൂട്ടിയിട്ട അലമാരയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടെങ്കിലും അത് കുത്തിപ്പൊളിച്ച ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടും പരിസരവും കുടുംബത്തെയും അറിയുന്ന ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് തുടക്കത്തിൽ തന്നെ നിഗമനമുണ്ടായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ബുർഗ ധരിച്ച ഒരു സ്ത്രീ വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കിട്ടിയത്. ദൃശ്യങ്ങളുടെ സാങ്കേതിക വിശകലനവും കൂടുതൽ അന്വേഷണവുമാണ് ശ്വേതയിലേക്ക് എത്തിയത്. എന്തായാലും സഹോദര സ്നേഹത്തിലെ വേർതിരിവ് ഒരു വലിയ മോഷണത്തിന് പ്രേരണയായത് കൗതുകത്തോടെയാണ് സമീപവാസികൾ കാണുന്നത്. മോഷ്ടിച്ച സ്വർണത്തിൽ അല്പം വിൽപ്പന നടത്തിയെങ്കിലും മുഴുവൻ സ്വർണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശ്വേതയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. സ്നേഹക്കുറവ് എന്ന ശ്വേതയുടെ പരാതി ഉൾക്കൊണ്ട് മൂത്ത മകൾക്ക് നിയമസഹായം കുടുംബം ഉറപ്പിക്കുമോ? അതോ കുടുംബത്തിന് കളങ്കമുണ്ടാക്കിയ ശ്വേതയെ മാതാപിതാക്കൾ കൈയൊഴിയും? കാത്തിരിക്കാം.